ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, അതിപ്പോൾ നിങ്ങളുടെ ലവർ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കസിൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആവാം, അങ്ങനെ ആര് വേണമെങ്കിലും ആകാം. അവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചധികം സൈനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങളെ ഓർക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ ഒരു വ്യക്തിനെ നിങ്ങൾ കാണുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും. അതിപ്പോൾ ആ വ്യക്തിയുടെ ഷേപ്പുള്ള ആളുകളാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുടി, അതേപോലെ മുടിയുള്ള വ്യക്തിയാവാം, അതേപോലെ ഹൈറ്റ്, അതേപോലെയൊക്കെ തോന്നിപ്പിക്കുന്ന വ്യക്തികളെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇടവരും. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അവിടെ എവിടെയോ ഉണ്ട്, നമ്മുടെ അടുത്തുള്ളതായിട്ട് നമുക്ക് തന്നെ തോന്നും. ആ ഒരു വ്യക്തിയുടെ സ്മെല്ല് നമുക്ക് കിട്ടും. ആ ഒരു വ്യക്തിയുടെ സ്മെല്ലെന്ന് പറയുന്നത് ആ ഒരു വ്യക്തി യൂസ് ചെയ്യുന്ന പെർഫ്യൂം ആവാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ കാണുമ്പോൾ നമുക്കൊരു സ്മെല്ലൊക്കെ കിട്ടുമല്ലോ, ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ അവർ യൂസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പോൾ അവരുടെ ചെരുപ്പ്, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഹാൻഡ് ബാഗ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കാണുമ്പോൾ ആ ഒരു വ്യക്തിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ഏത് സമയം നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇങ്ങനെ ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ആ ഒരു വ്യക്തിനെ ഓർമ്മപ്പെടുത്തുന്ന സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെയൊന്നുമല്ല, വളരെ ചെറിയ കാര്യം പോലും ആ ഒരു വ്യക്തി നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്നതാണ്. അതായത് നിങ്ങൾ മറന്ന കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തി നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയും. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ഇത് ഞാൻ പോലും ഓർക്കാത്ത കാര്യമാണല്ലോ, ഈ വ്യക്തി ഇതെപ്പോഴും ഓർത്ത് വെക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ ആ ഒരു വ്യക്തി ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നതാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടപ്പോൾ നിങ്ങൾ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ കളറ്, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് യൂസ് ചെയ്ത വാച്ച്, ചെരുപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു വ്യക്തി ഓർത്ത് വെക്കുകയും അത് ഇടയ്ക്ക് നിങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി ഏത് സമയം നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നതാണ്. അതായത് നിങ്ങൾ മറന്നുപോയ പല കാര്യങ്ങളാവാം, നിങ്ങളന്ന് യൂസ് ചെയ്ത ഹാൻഡ് ബാഗ് ആകാം, ആ കാര്യങ്ങൾ, നിങ്ങളുടെ ചെരുപ്പിൻ്റെ കളറ്, നിങ്ങൾ യൂസ് ചെയ്ത ഡ്രസ്സിൻ്റെ കളറ്, നിങ്ങളുടെ വാച്ചിൻ്റെ കളറ് തുടങ്ങി നിങ്ങൾ മുടി കെട്ടിയത്, ഈ കാര്യങ്ങൾ എല്ലാം ഏതെങ്കിലും ഒരു വ്യക്തി ഓർത്തു വെച്ചിട്ട് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ഏത് സമയം നിങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കോൾ അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെയാണ്. അതായത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് കോള് അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ വരും. ആ ഒരു ടൈം അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും അവർക്ക് ഒരു മിസ്സിങ് ഫീൽ ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ആ ഒരു സമയം ആ ഒരു വ്യക്തി വിളിക്കുമെന്ന്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വ്യക്തി നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് അവർ നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി കുറേ നാളുകൾക്ക് ശേഷം നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എവിടെയാണ്, ഇപ്പം എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ തുടങ്ങി കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്തിട്ടും അവരെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഡ്രീമാണ്. അതായത് സ്വപ്നം. ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് ഉള്ള ഒരു സൈനാണ്. അതായത് ഒരു വ്യക്തിനെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്വപ്നം കാണും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി എപ്പോഴും നമ്മളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ 1-2 ദിവസമൊക്കെ അവരെ നമ്മൾ സ്വപ്നത്തിൽ കാണും. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതല്ലാതെ എന്നും കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിനെ തന്നെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ഏത് സമയം നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നതാണ്. അതായത് നമ്മൾ ആ ഒരു വ്യക്തിനെ ഓർക്കുന്നേ ഇല്ല, അവരുടെ ഒരു കാര്യം പോലും നമ്മൾ ഓർക്കുന്നില്ല.
എന്നിരുന്നാൽ പോലും നമ്മുടെ സ്വപ്നങ്ങളിൽ എന്നും അവർ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ നമ്മളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നീ പറഞ്ഞ 4 സൈനിൽ ഏതൊക്കെ സൈനാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫീൽ ആയിട്ടുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ഈ കാര്യങ്ങളൊന്നും അറിയില്ല നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.